ഒരു പൊന്നുമോന് വാപ്പയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, വാപ്പാ തെറ്റുകൾ ഒരുപാട് ചെയ്യുന്നു വാപ്പാ, പാപങ്ങൾ ഒരുപാട് ചെയ്യുന്നു വാപ്പാ, എനിക്ക് തെറ്റിൽ നിന്ന് ഒഴിയണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. ആ സമയത്ത് വാപ്പ തന്റെ പൊന്നുമകനൊരു ദിക്റ് പറഞ്ഞു കൊടുത്തു. എപ്പോഴും പറയണേ മോനെ, ഏത് ദിക്റെന്നറിയുമോ? അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈ. തെറ്റ് ചെയ്യുന്നതിന് മുമ്പ്, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ, പാപങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോ ഈ ദിക്റൊന്ന് പറമോനെ, ഈ ദിക്റൊന്ന് പറമോനെ. എന്തേ പറയുന്നത്? അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു സാഹിദി. നീ ചെയ്യുന്ന തെറ്റ് അല്ല കാണുന്നുണ്ട് മോനെ, നീ ചെയ്യുന്ന തെറ്റ് അല്ല കാണുന്നുണ്ടടാ പൊന്നുമോനെ. അല്ലാഹു സാക്ഷിയാ പൊന്നുമോനെ. ആര് കണ്ടില്ലെങ്കിലും അല്ല കാണുന്നുണ്ട് പൊന്നുമോനെ. പടച്ചവൻ നീ ചെയ്യുന്ന തെറ്റുകൾക്ക് മുഴുവനും അല്ലാഹു സാക്ഷിയാ. ഈ ദിക്റ് പറയണേ എന്ന് പൊന്നുമോനോട് പറഞ്ഞു കൊടുക്കുമ്പോ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, എന്റെ പ്രിയമുള്ള പെങ്ങന്മാരോട്, പൊന്നുമോളെ എപ്പോഴും അവസരം കിട്ടണമെന്നില്ല, എപ്പോഴും ഇതുപോലെ ാകണമെന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, ഏത് പെണ്ണിന്റെ മൊബൈൽ എടുത്തു നോക്കിയാൽ പ്രസംഗമില്ലാത്ത ഫോണുകളില്ലല്ലോ. അല്ലാഹുവേ, ഏത് ചെറുപ്പക്കാരന്റെ മൊബൈൽ വാങ്ങി നോക്കിയാൽ ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ 1 മിനിറ്റെങ്കിലുമുള്ള പ്രസംഗമില്ലാത്ത മൊബൈലുകളില്ല. കൊണ്ട് നടന്നിട്ട് എന്ത് കിട്ടാനാ പൊന്നുമോര്? എപ്പോഴും പോക്കേറ്റിലിങ്ങനെ വെച്ചുകൊണ്ട് നടക്കുകയല്ലേ. ആ വാതിനകത്ത് പറയുന്ന കാര്യമെങ്കിലും നിനക്കും അനുസരിച്ചുകൂടെ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, പൊന്നുമോരെ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ എത്ര വലിയവനാണെങ്കിലും എത്ര വലിയവളാണെങ്കിലും ഏത് സുന്ദരിയായ പെണ്ണാണെങ്കിലും നിന്നെ വിളിക്കുന്നതെങ്കിലും എനിക്ക് നീ അഖാഫുല്ലാ, എനിക്ക് പടച്ചവരെ പേടിയാണെന്ന് പറഞ്ഞൊടിയാൻ കഴിയണം ചെറുപ്പക്കാരോ. എന്റെ പ്രിയമുള്ള പെങ്ങള്, നിന്നെ വഴിപിഴപ്പിക്കാ, നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തെറ്റിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് പേര് രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുമ്പോ പെങ്ങളെ, അവനോട്, നിന്നെ തെറ്റിന് ക്ഷണിക്കുന്നവനോട്, നിന്നെ ഫോണിൽ വിളിച്ചു വിട്ട് ഉപദ്രവിക്കുന്നവനോട് തിരിച്ചു ചോദിക്കണം, മരിക്കണ്ടേ പൊന്നുമോര്? അല്ലാഹുവിന്റെ മുന്നിൽ പോകണ്ടേ പൊന്നുമോര്? പള്ളിക്കാട്ടിൽ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ടവനാണെന്നുള്ള ചിന്തയില്ലേ എന്ന് ചോദിക്കണം പൊന്നുമോള്. പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നവനോട്, ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുന്നവരോട്, നിന്നെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരോട്, അതാണാകട്ടെ പെണ്ണാകട്ടെ, പറയണം, ഇന്നി അഖാഫുല്ലാ, എനിക്കല്ലാരെ പേടിയാ. അവനെ നന്നാക്കാനാ നോക്കേണ്ടത്, അവനെ നന്മയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാനാ നോക്കേണ്ടത്. അങ്ങനെയായിരുന്നു യഥാർത്ഥ പെണ്ണുങ്ങള്. ഒരു പെണ്ണ്